ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ മുസണ്ടത്താണ് കേട്ടോ. അപ്പോൾ ദുബായിൽ നിന്ന് മുസണ്ടം വരെ വന്ന കാഴ്ചകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുസണ്ടത്തിൻ്റെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ, നേരെ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് വരുന്നത്. ഇതല്ല, നേരെ അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂർ പാക്കേജ് കണ്ടക്ട് ചെയ്തത് അറബ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നൊരു ഏജൻസിയാണ് കേട്ടോ. ഹായ്. അപ്പോൾ വേറൊരു കമ്പനിയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്? ഇതിൽ വരുന്നത് ബനാന ബോട്ട്, സ്പീഡ് ബോട്ട്, കയാക്കിങ്, സ്നോർക്കലിംഗ്, ഇങ്ങനെ 8 ഐറ്റംസോളം ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്, വാട്ടർ ആക്ടിവിറ്റീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈം സ്റ്റോൺ കേവ് വിസിറ്റ് ഉണ്ട്, ജസ്റ്റ് ഫോർ സൈറ്റ് സീയിങ്. ഈ ബോട്ടിൽ തന്നെ പോകും? ഈ ബോട്ടിൽ തന്നെ എല്ലാം. പിന്നെ ലാസ്റ്റ് വരുന്ന ആക്ടിവിറ്റിയാണ് ഫിഷിംഗ്. അത് മാക്സിമം എൻജോയ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പേരെന്തായിരുന്നു? സെക്യൂർ. അതെ. അപ്പോൾ നല്ലൊരു ട്രിപ്പാവുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ നമുക്ക് വെള്ളം, അതുപോലെ ചായ, അങ്ങനത്തെ പാനീയങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ട്. അപ്പം ഞാൻ നേരെ ഒന്ന് മുകളിലേക്ക് കയറി പോവാണേ. ഇതാ ഇതിൻ്റെ അകത്ത് ജ്യൂസല്ലേ ഇരിക്കുന്നതാ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇരിക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മുകളിലെ കാഴ്ച ഒന്ന് കാണാമല്ലോ നമുക്ക്. പോരട്ടെ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിട്ടോ. Красавчик, как дела? മുകളിലൊരു വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇരിക്കാനുള്ളൊരു ഇതുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോളിങ്ങും ഇതെല്ലാം വരുന്നത്. താഴെ നമ്മളെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അറബ് എക്സ്പ്രഷൻ്റെ 2 ബസ്സുകളാണുള്ളത് കേട്ടോ. ഒന്ന് ബുർജുമാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒന്ന് കുസൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ബസ്സിലത്തെ ആൾക്കാരും കൂടിയിട്ടാണ് ഈ ഒരു ബോട്ടിലുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ബസ്സിലിറക്കി ഡ്രൈവർ നേരെ പോയി. ഇനി മുപ്പര് വൈകുന്നേരം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 11:30, ഷാർപ്പ് 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ബോട്ടിൽ കയറി പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ റിവേഴ്സ് എടുത്തു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടൂർ പാക്കേജിൽ വന്ന ആൾക്കാരാണ്. പൊളിയല്ലേ? ഒരേ വൈബ്. മലനിരകൾ നോക്കി, അതുപോലെ തന്നെ ഒമാൻ്റെ ഫ്ലാഗ്. മുകളിൽ അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേരൊന്നും മുകളിലിരിക്കുന്നില്ല, എല്ലാവരും താഴെ തന്നെയാണുള്ളത്. കുറച്ച് ഭാഗം ഇതേപോലെ നമുക്ക് ഇരിക്കാനുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നിലത്ത് ഇങ്ങനെ ഇരിക്കാം. ഇതൊക്കെ പഴയ ബോട്ടുകളാണ്. ഇത് എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ബോട്ടാവാനാണ് സാധ്യത കേട്ടോ. കുറച്ച് പഴയ ബോട്ടുകളാണ്. ഇതൊക്കെ ഓരോ എക്സ്പെഡീഷൻ കമ്പനീൻ്റെ വകയുള്ള ബോട്ടുകളാണ് കേട്ടോ.
വലിയ ഷോർട്സ് ഒന്നും വേണ്ട, അത് മര്യാദയ്ക്ക് ഇരുന്ന് അപ്പോൾ നമ്മളതാ പുറപ്പെട്ടു കേട്ടോ. പറഞ്ഞ സ്ഥിതിക്ക് എടുക്ക, എല്ലാരും വരൂ, പേടിക്കണ്ട. Hello everybody, welcome on board. Give me attention for 1 minute please. I will say about our program. My name is Ibrahim. I'm from Egypt. I'm your guide today. Okay, now we swim in Indian Ocean. On one side we will stop. We have to stop today. First stop it will be after 35 minutes. We will stop there for 2.5 hours. Our program there will start with banana boat ride. One more time, our program will start with banana boat ride. Who interested and want to try it, you put life jacket on. Take your sunglasses off, your flip-flops, your hat, only life jacket, okay? And go. After banana boat ride, same people will drop to the beach. Beach for 30 minutes. Our beach, there is no umbrella, no chaiselong. You can go there for swim, for take some photo, for walk, and then we go back to the boat. In the way back, we will do speed boat ride, okay? Speed boat ride, and then come back to the boat. We'll give you lunch. After speed boat ride, lunch will start. After lunch, we will go Lime Cave Stone. For a couple of minutes, there is you can Lime Cave Stone. There is natural cave. Also, you can take some picture or video. And then we will change our place for fishing. Fishing, it will be last thing we do it today. Okay? Fishing time, we're not allowed to swim. Hello, everybody. Listen. All okay? Okay. Excuse me. What we have in the boat? We have 2 washroom and change room down there. You get down, there is 2 washroom and 1 change room. Also, we have free place in the top. Here also we have kayak, 2 kayak. You can try it. And also we've got mask, tube, fence. You can try snorkeling around the boat. We will stop in a place called Haffa. First stop in a place called Haffa. There you can swim, do banana boat ride. You can try everything. Everything is free. And also we have towel here. Fridge, red one, we have juice and water, and also we have fruit, biscuit, tea, coffee, milk. Okay? Brother, garbage there. Huh? Banana. Dadu, banana. Foda mafi? No towel. Kuduz. Dadu, huh? Please, we say one more time. ആരെങ്കിലും പഴം കൊടുക്കുമോ? പഴം ചോദിക്കുന്നു. കുറെ നേരം ഈ പഴം Yeah, ചോദിക്കുന്നു, this is കൊടുക്കും. the Indian Ocean. We will stop on one side after 35 minutes. നല്ല Excuse പഴം me. ഇരിക്കുന്നു, എടുത്ത് കൊടുത്താലോ? Attention please. Come on, one more time, okay? First thing we'll stop. When we stop, first thing, banana boat ride. Who want to do banana boat ride, please put life jacket on. Take your sunglasses off, your flip-flops off, hat no, okay? And after that, same people on banana, we will drop to the beach. After beach, speed boat ride, and then we go back again for lunch. After lunch, we will change our place. We will go Lime Cave Stone, and after Lime Cave Stone, we go for fishing. Open sea, we are not allowed to swim. Who want to swim, you can swim all day. First stop, okay? നല്ല മലനിരയെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു ബോട്ട് യാത്ര ഇത് ആദ്യമായിട്ടാട്ടോ. ഇത് അങ്ങ് ദൂരെയും മലനിര കാണാൻ പറ്റും. നമ്മൾ ആ
ഭാഗത്തു നിന്നാണ് വന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളെ പുറകിലായിട്ട് ചെറിയൊരു സ്പീഡ് ബോട്ട് പോലെയൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഒമാൻ്റെ ഫ്ലാഗ്. മലനിരകൾ കണ്ടുകൊണ്ടൊരു ബോട്ട് യാത്ര ഇത് ആദ്യമായിട്ടാണ് അല്ലേ? പിന്നല്ല Excuse me, please, one by one we can start change now, okay? Because when we stop our program will start straight, okay? താഴോട്ട് ഇറങ്ങാലോ, താഴെ നിന്നുള്ള ഒന്ന് കാണാമല്ലോ നമുക്ക്. ഇതിൻ്റെ താഴെയുണ്ടോ? ഇന്നൊരു ബേസ്മെന്റ് ഡെക്കും കൂടി ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഡ്രസ്സൊക്കെ മാറി, ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സുഖമാണ് ഇങ്ങനെ മലനിരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ബോട്ട് പോകാൻ കേട്ടോ. മലനിരകൾ കണ്ടുകൊണ്ടുള്ളൊരു ബോട്ട് യാത്ര ഇത് ആദ്യമായിട്ടാണേ. നമ്മളിതാ വേറൊരു മലയിടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ അങ്ങ് ദൂരത്തു നിന്നാണ് വന്നത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ മറഞ്ഞു പോവാണ്. നമ്മൾ ഒരു മലയുടെ
മലയിടുക്കുന്ന അടുത്ത മലയിടുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 3-4 ബോട്ടുകൾ നിൽക്കുന്നതാണ് കേട്ടോ. വേണ്ട നീർക്കാക്ക പോലത്തെ ഒരു സംഭവം കടലിൽ ഇങ്ങനെ ലാൻഡായി. നല്ല സുഖമായിട്ട് ഇതിങ്ങനെ പരന്ന് കിടക്കുന്നത്, അധികം തിരയോ ഒന്നും ഇല്ലാത്തൊരു കടൽ. നമ്മൾ ആ വഴിക്കുന്നാണ് വന്നോട്ടോ. നേരെ നമുക്ക് ആ ഒരു ഫെറിയൊക്കെ കാണാൻ കഴിയും. അതൊക്കെ നമ്മളെ മുമ്പ് നിന്ന് ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മലനിരകളൊക്കെ കണ്ടില്ല, എന്ത് രസമാണെന്നറിയോ. അതാ നല്ല ഒമാൻ്റെ ഫ്ലാഗ് ഇങ്ങനെ പാറി കളിക്കുന്നു കേട്ടോ. ത്രിവർണ്ണ പതാക, ചുവപ്പ് വെള്ള പച്ച. قدوس صوت شوية تحت. Excuse me. 5 minutes we will stop. Who will do banana boat ride? Put life jacket on, please. Who will try banana boat? You have to wear life jacket. Who won't swim? Who doesn't know how to swim? Put life jacket on, please. അപ്പോൾ എല്ലാവരും കൂടെ താഴെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റാവുകയാണ്. അപ്പോൾ ഞാനും താഴെ പോയിട്ട് ലൈഫ് ജാക്കറ്റ് എടുത്തിടട്ടെ. Excuse me, who will do banana boat ride? Put life jacket on. Banana boat, who will try? Put life jacket. നേരെ താഴത്തേക്ക് ഇറങ്ങാണ് നമ്മളെ. ഇവിടെ നമുക്ക് പാനീയങ്ങളൊക്കെ കിട്ടും കേട്ടോ. പഴം, ഓറഞ്ച്, ആപ്പിള്. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റ് എടുക്കുകയാണ്. അതിൻ്റെ ഒരു ദിക്കും തിരക്കാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ദിക്കും തിരക്കില്ലാത്തവരുടെ കൂടി കയറി പോയി ലൈഫ് ജാക്കറ്റ് എടുക്കും. അപ്പോൾ അതാ നമുക്കുള്ള ബോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഐശ്വര്യമായിട്ട് ബോട്ട് കയറി. പേടിക്കണ്ട, ദൈവത്തിനെ വിളിച്ചാൽ മതി. Yeah, I know swimming. Oh, don't. Aywa. You also. Where are you from? Kerala. ഓക്കെ പറഞ്ഞാലേ എനിക്ക് മധ്യപ്രദേശ്. ഓക്കെ. അപ്പോൾ നമ്മളെ ബോട്ട് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. നമ്മൾ നേരെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ബനാന വന്നിട്ടുണ്ട്. നമുക്കുള്ളതാ ബനാന അതോ വന്നിട്ടുണ്ട്. 6 പേർക്കാന്ന് തോന്നി ഇരിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിന്റെ ചുറ്റുവട്ടത്തായിട്ടാണ് ഈ ബനാന റൈഡ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കയറാൻ വേണ്ടി പോവാണേ.
എക്സ്ട്രീം ആരാള് ഞാൻ മുമ്പിലാണ് ഇരിക്കുന്ന പടച്ചോനെ. ഈശ്വരാ തുടങ്ങി. ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇന്ത്യൻ ഓഷ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഓഷ്യനിൽ കൂടിയാണ് നമ്മൾ ഈ ബനാന ബോട്ട് പോകുന്നത്. നമ്മൾ മറയാൻ നേരത്ത് നമ്മളെ ആ ബോട്ടിലുള്ള കൺട്രോളർ നമുക്ക് നിർദ്ദേശം തരും കേട്ടോ. ചെറുതായിട്ടൊരു പേടിയുണ്ട്. എവിടെയാണേടാ? അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാ ഇവിടെ. വിചാരിച്ച പോലെയല്ല, നല്ല സംഭവമായിരുന്നു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്തൊരു പേടി ഉണ്ടായിരുന്നു, അതല്ലാണ്ട് വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെവിടെ അവിടെ ഒരു ചേട്ടൻ നിൽക്കണല്ലേ, ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിന് മുമ്പ് നമുക്ക് മുന്നേ വന്ന ആൾക്കാർ ഏതാണ്ട് ആ ആൾക്കാർ നിൽക്കണ ആ ഒരു ലെവലിലാണ് കൊണ്ട് ഇറക്കിയത്. അത് കാരണം അത്ര കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ ചേട്ടൻ നിൽക്കണില്ലേ, ഏതാണ്ട് ആ ഭാഗത്തുനിന്ന് ഇത് ഇവിടെ വരെ നീന്തേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കിതച്ചു പോയി, കാരണം എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അത് കാരണം കുറച്ച് ഒന്ന് കിതച്ചു പോയി.
അപ്പോൾ അടുത്ത ടീം വരുന്നുണ്ട് കേട്ടോ അവിടെ. പക്ഷെ അവർ ഫ്ലിപ്പല്ല. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മറച്ചിടുക, അതിനെയാണ് ഫ്ലിപ്പ് എന്ന് പറയണത്. അവർ ഫ്ലിപ്പല്ലാത്തത് കാരണം ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് ഇവിടെ കൊണ്ടുപോയി ചാടിക്കും. അതാണ് അവർ ചെയ്യുന്നത്. അണ്ട് ഇവിടേക്ക് ഇത്ര ആഴമുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ അതെ അധികം ആഴില്ല. ഇത് ഇന്ത്യൻ ഓഷ്യനും കൂടിയാണ്. ഉണ്ടല്ലേ? ആ നമ്മൾ ഇറക്കി ഞങ്ങളെ ചാടിച്ച സ്ഥലത്ത് നല്ല ആഴുണ്ടായിരുന്നു. ചാടിച്ചതാ ആ ചാടിച്ചതാ. അപ്പോൾ ആ പ്രായമുള്ള ആള് വെള്ളത്തിലേക്ക് ഇറങ്ങണില്ല എന്നത്ര പറഞ്ഞത്. നേരെ ബോട്ടിലേക്ക് തിരിച്ച് കയറി പോവാണ്. ഫ്ലിപ്പ് കയറിയില്ല. ഫ്ലിപ്പ് ഇല്ലേ? എപ്പോ വീണു? ഇപ്പൊ ചാടിയതല്ലേ ഉള്ളൂ. ആ നമ്മൾ ഒരുമിച്ചായിരുന്നു കയറുന്നത്. ശരിയാ, അമ്മ ആരും ശ്രദ്ധിച്ചില്ല. ഏയ് അവിടുന്ന് ബോട്ട് കയറി വന്നില്ലേ? ഞാൻ മൊത്തം നീന്തി. അപ്പോൾ നമ്മളിതാ ബനാന ബോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ ക്രൂയിസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളതാ ബനാന ബോട്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ കയറാൻ പോകുന്നത് കയാക്കിങ്ങിലേക്കാണ് കേട്ടോ. ഇപ്പോൾ കയാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്നോർക്കലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കേവ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കയറാൻ വേണ്ടി പോകുന്നത് കയാക്കിങ്ങിലാണ് കേട്ടോ. കയാക്കിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞല്ലോ തോന്നുന്നുണ്ട്. നമ്മളെ പുന്നമടക്കായല്ലൊരു കയാക്കിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കയാക്കിങ് കൂടി ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി നേരെ കയാക്കിങ്ങിൻ്റെ കാഴ്ചയിലേക്ക്. ഇനി നമ്മൾ അടുത്ത കയറാൻ പോകാൻ കേട്ടോ. കയാക്കിലേക്ക് കയറാണ് അടുത്തത്. അവിടെ കയാക്കിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രീതിയിൽ തിരയുണ്ട്. അപ്പം ഒന്ന് സ്ലോ ആക്കി.
എനിക്ക് കയാക്കിങ് ചെയ്ത കാരണം കാര്യമായിട്ട് പേടിയില്ല. പക്ഷേ നിന്ന് വിറക്കുകയാണ് ഞാൻ കേട്ടോ. അതിൻ്റെ കാരണം ഇത്രയും നേരം വെള്ളത്തിലായിരുന്നില്ല കളി. നല്ല സുഖമാട്ടോ ഇങ്ങനെ. അപ്പോൾ അവിടെ ഓൾറെഡി ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി കേട്ടോ. ഇതുപോലെ ബോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു ഇളക്കം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ബോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചെറിയ രീതിയിലൊരു തിരയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചതോ കയറുകയാണേ. അപ്പോൾ നമ്മൾ കയാക്കിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളതാ വെള്ളത്തിലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ആ കോസ്റ്റ്യൂം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ആശ്വാസമായിരുന്നു. നിന്ന് വറക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ കയാക്കിങ് ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ബനാന ബോട്ട് പോയി. അത് കഴിഞ്ഞ് 3/4 മണിക്കൂറോളം നമ്മൾ കടലിൽ അങ്ങനെ കളിച്ചു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്ന് നേരെ കയാക്കിങ് ചെയ്തു. അവിടെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ത് രസം അറിയോ അതായത് കണ്ടു നിൽക്കാൻ. അപ്പോൾ അങ്ങനെ വെള്ളത്തിലുള്ള കളിയൊക്കെ കഴിഞ്ഞ് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറി. ആ കോസ്റ്റ്യൂം മാറിയപ്പോഴാണ് വിറ ഒന്ന് നിന്നത് കേട്ടോ. അപ്പം താഴെ ലഞ്ച് കൊടുത്തു തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പം ലഞ്ച് കഴിക്കണം. ഇനി വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഒരു കേവ് വിസിറ്റ് ഉണ്ട്. ഞാൻ സ്നോർക്കലിങ് ഞാൻ ചെയ്തിട്ടില്ല. കുറേ നേരമല്ലേ വെള്ളത്തിൽ, നല്ല വിറയായിരുന്നു. അപ്പോൾ സ്നോർക്കലിങ് ഞാൻ ഒഴിവാക്കി. അത് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണുള്ളത്. റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാല്, പിന്നെ ഒരു സാമ്പാറുണ്ട്,
അതുപോലെ തന്നെ പാസ്ത ഉണ്ട് കേട്ടോ. അപ്പോൾ വെജ് ഐറ്റംസ് ഇത്രയാണുള്ളത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ വെജും നോൺ വെജും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. ഇനിയിപ്പം അടുത്ത കാഴ്ചകൾ 2ാം പാർട്ടിലാണ് വരുന്നത് കേട്ടോ. ഈ മുസണ്ടത്തിൻ്റെ 2ാമത്തെ കാഴ്ചയിലാണ് വരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നറിയണ്ടേ. സൂപ്പറാണ് കേട്ടോ. നല്ല ഫുഡാണ്. ഡാല് കൊള്ളാം, സാമ്പാറും കൊള്ളാം കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ച് കേട്ടോ, എന്നിട്ട് കാണാം. അപ്പോൾ ഈ ഒരു മുസണ്ടത്തെ കാഴ്ചകളുടെ 1ാമത്തെ പാർട്ട് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 1ാമത്തെ പാർട്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഒന്ന് ബനാന ബോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നേരം ബീച്ചിൽ ആറാടിയൊരു കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ കയാക്കിങ്ങും. അപ്പോൾ ഇത് 3മാണ് 1ാമത്തെ പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. സാമ്പാറായാലും പാസ്തയായാലും ഡാലും ഒക്കെ അടിപൊളിയായിരുന്നു. അൺലിമിറ്റഡ് ഫുഡാണ്. നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുത്ത് കഴിക്കാം. പിന്നെ രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല വെള്ളത്തിൽ നല്ല ആറാടലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിശപ്പ് കാരണം എത്ര എടുത്തുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഈ ഒരു മുസണ്ടത്തെ 1ാമത്തെ പാർട്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മുസണ്ടത്തെ അടുത്ത കാഴ്ചയിൽ കാണാം. അതുവരേക്കും ബൈ.